എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിഫ്റ്റി ഓപ്പണിങ്ങിൽ ഡൗൺ ആയിരുന്നു. അതിന് ശേഷം നിഫ്റ്റി ലാസ്റ്റ് ടൈമിൽ ആറായപ്പോഴാണ് ജസ്റ്റ് എന്താണ് പറയുന്നത് CPR ലെവലിൻ്റെ മുകളിൽ ജസ്റ്റ് ടച്ചായി. പിന്നെ അവിടെ ഇങ്ങനെ ഒരു ഹൈ റെസിസ്റ്റൻസ് പോലെ നിന്ന് അതിന് മുകളിലോട്ട് കയറാതെ നിന്നു. നിഫ്റ്റി ഇവിടെ നോക്കിയാലറിയാം. നിഫ്റ്റി നാരോ CPR ആകുമ്പോൾ നല്ല ട്രെൻഡിങ് ആയിരിക്കും. മാർക്കറ്റ് ഒന്നുകിൽ ഡൗണിലോട്ട് അല്ലെങ്കിൽ മുകളിലോട്ട്. ഇത് ഡൗണിലോട്ട് നല്ല ട്രെൻഡിങ് ആയിട്ട് കാണിച്ച് പിന്നെ ലാസ്റ്റ് കവറിങ് വന്നിട്ടുണ്ട് മാർക്കറ്റിൽ. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഒരു ബൈ ലെവലിലോട്ട് ബാങ്ക് നിഫ്റ്റി 49,700 തൊട്ട് ഒരു 300-200 പോയിൻ്റൊക്കെ താഴോട്ടും മുകളിലോട്ടുമൊക്കെ ഉള്ള റേഞ്ച് എന്ന് പറയുന്ന ഒരു ബൈ റേഞ്ചായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇന്നും വന്നിട്ട് മൈനസിലാണെങ്കിലും ആ റേഞ്ചിൻ്റെ ഏകദേശം അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഒരു നിഫ്റ്റിയുടെ സപ്പോർട്ടൂടെ കിട്ടിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഒരു കുറച്ചുകൂടെ താഴോട്ട് വരാനുണ്ട്. നിഫ്റ്റിയുടെ ഡേ ചാർട്ട് നോക്കുമ്പോൾ ഞാൻ പറയാം. ഡേ ചാർട്ട് ഈ ഒരു ലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു റേഞ്ച് 23,300 റേഞ്ചിലോട്ട് പ്രാവശ്യം വന്നിട്ടാണ് നിഫ്റ്റി തിരിച്ച് ബൗൺസ് ആകും. അതുപോലെ ബാങ്ക് നിഫ്റ്റി വരേണ്ട റേഞ്ചായി. ബാങ്ക് നിഫ്റ്റി ഞാൻ ഈ നേരത്തെ വരച്ചിട്ടുന്ന ഈ റേഞ്ച് ടച്ച് ചെയ്തു തിരിച്ച് കയറി. അപ്പോൾ ബാങ്ക് നിഫ്റ്റിക്കകത്ത് ചാൻസായി. പക്ഷേങ്കിൽ നിഫ്റ്റിക്കകത്ത് ആയിട്ടില്ല. ചിലപ്പോൾ ബാങ്ക് നിഫ്റ്റി ഒരു പ്രാവശ്യം കൂടെ തിരിച്ചിറങ്ങാൻ ചാൻസ് ഇറങ്ങി ഈ ലെവലിന് വന്നിട്ടുമ്പോഴത്തേക്ക് ചിലപ്പോൾ നിഫ്റ്റി ആ റേഞ്ചിലോട്ട് വന്നെന്നിരിക്കും. നിഫ്റ്റി ഇന്ന് ലോ അടിച്ചത്, നിഫ്റ്റിയുടെ ലോ ഇന്ന് 23,496 23,300 റേഞ്ചിൽ താഴെ ഒരു പ്രാവശ്യം പോയി കയറുവാണെങ്കിൽ നല്ലൊരു ചാൻസ് നമുക്ക് മാർക്കറ്റ് ഒരു ബൗൺസിന് പ്രതീക്ഷ. അതിനും ഇപ്പം വേണമെങ്കിലും ബൗൺസ് ചെയ്യാം. പക്ഷേങ്കിൽ നമുക്കൊരു റിസ്ക് ഇല്ലാത്ത രീതിയിൽ ഞാൻ നോക്കുന്ന ചില രീതികൾ വെച്ചാണെങ്കിൽ എനിക്ക് ആ റേഞ്ച് വന്നിട്ട് കയറുവാണെങ്കിൽ എനിക്ക് റിസ്ക് ഇല്ലാത്ത രീതിയിൽ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ആ പറഞ്ഞ റേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ 1-2 ദിവസമൊക്കെ ചിലപ്പോൾ ഇവിടെ നിന്ന് താഴോട്ട് കുറച്ച് ട്രേഡ് ആയാലും ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നടിച്ച ഈ ലോയുടെ ഈ റേഞ്ച് ചിലപ്പോൾ 1-2 ദിവസം ഇവിടെ കിടന്ന് കറങ്ങിയിട്ടായിരിക്കും ചിലപ്പോൾ കയറുന്നത്. എന്തായാലും ഇവിടുന്ന് ഒരു ബൗൺസിന് ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ വരും ദിവസങ്ങളിൽ അത് ശ്രദ്ധിക്കുക. നിഫ്റ്റിയുടെയും 23,300 ലെവലിൽ ശ്രദ്ധിക്കുക. അതിന് താഴെ ഒരു പ്രാവശ്യം ട്രേഡ് ആയാൽ നല്ലതാണ് മാർക്കറ്റ്. അപ്പോൾ പിന്നെ നമ്മുടെ എന്താണ് പറയുന്നത് ബഡ്ജറ്റ് ടൈമൊക്കെ ആകുമ്പോഴത്തേന് ചിലപ്പോൾ ഒരു ബൗൺസ് മാർക്കറ്റിലോട്ട് പ്രതീക്ഷിക്കാം. ബൗൺസ് എന്ന് പറഞ്ഞാലും മൊത്തത്തിൽ മാർക്കറ്റ് വീക്കാണ്. ബൗൺസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കണ്ടീഷൻ ചിലപ്പോൾ ഈ ഒരു നല്ലൊരു മൂവ്മെൻറ്റ് വന്നാൽ പോലും 24,700 അതിൽ കൂടുതലൊന്നും പോകാൻ ചാൻസ് കുറവാണ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ ദിവസം ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ എടുത്തിരുന്ന ഷെയറുകളാണ് ഈ ഷെയറുകളൊക്കെ. അപ്പോൾ ഇതിനകത്ത് നല്ല ചാൻസുകൾ തന്ന ഷെയറുകളുണ്ട്. ഒരു 3-4 ഷെയർ നമുക്ക് നോക്കാം. ഈ ഷെയറുകളൊക്കെ KSCL ഇത് കണ്ടില്ലേ, തലേ ദിവസത്തെ ഹൈയുടെ അടുത്ത് വരെ വന്നിട്ട് ഇറങ്ങി. പക്ഷേ വൺ സൈഡ് താഴോട്ടുള്ള മൂവ്മെൻറ്റാണ്. ഗോൾഡിയം ഡൗൺ ആണ്. FSL കോസ്മോ ഫസ്റ്റ് നോക്കി. കോസ്മോ ഫസ്റ്റ് നമ്മൾ ഇതിന് മുകളിൽ കണ്ട ഷെയറുകളെല്ലാം ഓൾറെഡി ഡൗണിലാണ് വരുന്നത്. അത് നമ്മൾ ലെവലുകൾ വരാതെ വരുന്നതുകൊണ്ടാണ് ഞാനതിങ്ങനെ വിട്ട് കളയുന്നത്. കോസ്മോ ഫസ്റ്റ് പക്ഷേങ്കിൽ ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിലായിരുന്നു ഓപ്പണിങ്. അതിനുശേഷം R1 പോയിട്ടില്ല. R1 പോകാതെ തന്നെ തിരിച്ച് പ്രീവിയസ് ഡേ ഹൈയുടെ താഴോട്ടിറങ്ങി. നമുക്കന്നേരം ഇവിടെ 999 എൻട്രി എടുത്താലും നമുക്ക് ഈ 1014 റിസ്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 965 റേഞ്ചിലോട്ട് വരുന്നുണ്ട്. 965 എന്ന് പറയുമ്പം 35 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് ഷെയർ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കെൽട്ടോൺ വന്നിട്ടില്ല. ഈ ഫസ്റ്റ് ക്യാൻഡിൽ CPR ഹൈഡ് ചെയ്യുമ്പം കാണാൻ പറ്റും.
കണ്ടില്ലേ, ഇതിൻ്റെ ഹൈ ഇവിടെയാണ്. ഇതാ ഹൈ. ഇപ്പോൾ ഓൺ ചെയ്യുമ്പം ഈ ഹൈ വന്നു, R1 പോയി, പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി, R1 വന്നില്ല, പ്രീവിയസ് ഡേ ഹൈയുടെ താഴോട്ട് ഇറങ്ങി. അപ്പോൾ നമ്മൾ ഈ റേഞ്ചിൽ, അതായത് 170 പ്രീവിയസ് ഡേ 174 റേഞ്ച് ചെയ്യുന്ന നമുക്ക് ഒരു മിനിറ്റ്, 174 എന്നത് 165 വരെ വരുന്നുണ്ട്. അതായത് 9 രൂപ, 8.5 9 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് ആ ഷെയർ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഫാക്റ്റ് തന്നില്ല. ജസ്റ്റ് ഡേ നല്ല ചാൻസാണ് കൊടുത്തിട്ടുള്ളത്. നോക്കിയേ, ഓപ്പണിംഗ് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ, R1 പോയില്ല, പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ ഇറങ്ങി 1089 റേഞ്ചിൽ നമ്മൾ എൻട്രി എടുത്താൽ നമ്മൾ ഈ ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ നമുക്ക് 1064. അതിനകത്ത് 25 രൂപ 30 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. വിംത ലാഭ ചാൻസ് ഇല്ല. മൊബിക്വിക്കിനകത്ത് അതിനകത്തും നമുക്ക് ചാൻസ് ഇല്ല. പക്ഷേങ്കിൽ ഇന്നത്തെ മാർക്കറ്റ് വീക്കായതുകൊണ്ട് താഴെ ഓപ്പണിംഗ് താഴോട്ട് തന്നെ വന്നിട്ട് ലാസ്റ്റ് ടൈമിൽ കുറച്ച് കയറിയിട്ടുണ്ട്. സോട്ട എന്ന് പറഞ്ഞ ഈ ഷെയർ നല്ല ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. സോട്ട ഓപ്പണിങ്ങിൽ ഇവിടെ നോക്കിയാൽ പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് ഇറങ്ങി. ഇവിടുന്ന് നമ്മൾ 997 റേഞ്ചിൽ എടുത്താൽ നമുക്ക് 952 വരെ, അതായത് 10-35 രൂപ പ്രോഫിറ്റ് വൺ സൈഡ് തരുന്നുണ്ട് ഓപ്പണിങ്ങിൽ തന്നെ. അതിനുശേഷം തിരിച്ച് വീണ്ടും പോയി ഹൈ അടിച്ചു. ഈ ഹൈ അടിക്കാൻ നമ്മൾ നോക്കേണ്ടത് അത് അടുത്ത ലെവലിലോട്ട് പോകുന്നു നോക്കാം. ഇത് അടുത്ത ലെവലിലോട്ട് പോയിട്ട് തിരിച്ചാൽ നമുക്കിവിടെ എൻട്രി എടുക്കാം. 1018 രൂപ എൻട്രി എടുത്താൽ നമുക്ക് വീണ്ടും 941 വരെ വന്നു. അതിനുശേഷം ഷെയർ വന്നിട്ട് പ്രീവിയസ് ഡേ ഹൈയുടെ ആ റേഞ്ചിലോട്ട് ആയി. പക്ഷെ നമുക്ക് 2 ഹ്യൂജ് പ്രോഫിറ്റാണ് ഇവിടെ തരുന്നത്. തൻല സൊല്യൂഷൻ വീക്കായിരുന്നു. ഏജീസ് കെമിക്കൽ, അതോ ഏജീസ് സൂപ്പർ ചാൻസാണ്. ഏജീസ് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി, അതിനുശേഷം R1 പോകാതെ പ്രീവിയസ് ഡേ ഹൈയുടെ താഴോട്ടിറങ്ങി. നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരും കണ്ട ഷെയർ, നല്ല പ്രോഫിറ്റ് എടുക്കാനും പറ്റി പലർക്കും. ഇവിടുന്ന് 1014 എന്നത് 970 വരെ വന്നു, അതായത് 44 രൂപ പ്രോഫിറ്റ് കാണിച്ചു. അതിനുശേഷം തിരിച്ച് വീണ്ടും വന്ന് ഹൈ അടിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് അടുത്ത ലെവലിൽ പോകുന്നത് നോക്കണം. ഇതും അടുത്ത ലെവലിൽ പോയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ നമ്മളിവിടെ എൻട്രി എടുക്കുക. 1033 എൻട്രി എടുത്താൽ നമുക്ക് 928 വരെ വരുന്നുണ്ട്. 100 രൂപ പ്രോഫിറ്റാണ് പിന്നെ വൺ സൈഡ് ഈ ഷെയർ തരുന്നത്. ഇത് പോകാതെ ഇവിടെ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കാം. ഇത് പോകാതെ ഇവിടെ ഇറങ്ങുകയാണെങ്കിൽ ഈ ലെവലിൽ നിന്ന് എൻട്രി എടുക്കാമായിരുന്നു. ഓക്കെ, നല്ല ഒന്നാം തരം പ്രോഫിറ്റാണ് ആ ഷെയറുകളെല്ലാം കൊടുത്തത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഇന്നത്തെ ദിവസം ട്രേഡിങ്ങിന് നമ്മളെടുത്ത ഷെയറിനകത്തൊന്നും നമുക്ക് ചാൻസുകൾ തന്ന ഷെയർ തന്നതൊക്കെ നല്ല ഒന്നാം തരം ചാൻസുകൾ തന്നിട്ടുള്ളത്. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആ സ്ട്രാറ്റജി നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക, ലൈവ് മാർക്കറ്റ് പ്രാക്ടീസ് ചെയ്യുക, റിസ്ക് റിവാർഡ് കീപ്പ് ചെയ്യുക. പക്ക നമ്മളെപ്പോൾ എൻട്രി എടുത്താൽ അന്നേരത്തെ ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് ട്രേഡ് എടുക്കത്തക്ക രീതിയിലായിരിക്കണം ട്രേഡ് എടുക്കുന്നത്. അത് വലിയൊരു ഹൈലോ ഒത്തിരി രൂപ പോകുന്ന രീതിയിലുള്ളൊരു ഹൈ ആണെങ്കിൽ നമ്മൾ ക്വാണ്ടിറ്റി കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നാളത്തേനുള്ള ഷെയറുകൾ നോക്കാം. നാളത്തെ ഞാനിപ്പോൾ കുറച്ച് ഷെയറുകൾ എടുക്കുന്നുള്ളൂ. ഞാൻ 10 നിർത്താൻ നോക്കും. പിന്നെ 1-2 എക്സ്ട്രാ കിട്ടിയാൽ അതുകൂടെ എടുക്കും. കൂടുതലൊന്നും എടുക്കത്തില്ല. എന്തായാലും 15 ഷെയർസ് താഴെ എടുക്കത്തുള്ളൂ. ഒത്തിരി എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കൺഫ്യൂഷനാണ്. അതുകൊണ്ടാണ് ഇന്ന് 12 ഷെയർ എടുത്തിട്ടുണ്ട്. 12 ഷെയറിനകത്ത് നമുക്ക് ഏറ്റവും നല്ല ചാൻസ് തരാൻ സാധ്യതയുള്ളൊരു ഷെയർ ഈ സ്പന്ദന എന്ന് പറയുന്ന ഷെയറാണ്. R1 പോയിട്ട് ഇറങ്ങുന്ന കണ്ട നല്ല ഒരു ഹെവി പ്രോഫിറ്റ് കിട്ടാൻ ചാൻസുള്ളൊരു ഷെയറാണ്. നോക്കുക, ഈ ഷെയർ R1 പോയിട്ട് ഇപ്പോൾ 1508 510 പോയിട്ട് 504 താഴോട്ടിറങ്ങിയാൽ നമുക്ക് ചാൻസ് എടുക്കാം. നല്ല ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ് ആ ഷെയർ. അതുപോലെ രാമ ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഷെയർ R1 റേഞ്ച് പോയിട്ട് കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിലും ചാൻസ് എടുക്കാൻ കുഴപ്പമില്ല. അധികം നേരം വെച്ചുകൊണ്ടിരിക്കരുത്. വിശാഖ ഇൻഡസ്ട്രീസ് R1 റേഞ്ച് പോയിട്ട് ചിലപ്പോൾ ഒരു 108 109 പോയിട്ട് ഈ ലെവൽ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. നല്ല ചാൻസ് ആയിരിക്കും. അതല്ല ഓപ്പണിംഗ് ഡൗൺ ഓപ്പണിംഗ് പോയിട്ട് ഈ ഹൈയുടെ മുകളിൽ പോയതിന് ശേഷം ഹൈയുടെ താഴോട്ടിറങ്ങി അവിടെ എടുക്കാം. ക്രെഡിറ്റ് എ സി സി ഹെവി മൂവ്മെൻ്റ് ആയിരുന്നു ഇന്ന്. അപ്പോൾ
നാളെ ഈ ഷെയർ ഡൗൺ ഓപ്പണിംഗ് വരാനാണ് ചാൻസ് കൂടുതൽ. എനിക്ക് തോന്നുന്നത് ഈ ഷെയർ 1005 ഒരു പ്രാവശ്യം 1000-ന് താഴെ ട്രേഡായി വരുമെന്ന് തോന്നുന്നു. വന്നിട്ട് തിരിച്ച് അതായത് ഈ ലോവർ ലെവലിന് താഴെ പോയിട്ട് തിരിച്ച് കയറാൻ കുറച്ച് ചാൻസ്. പക്ഷേ എത്ര കയറും, ഹെവി അപ്പ് ട്രെൻഡ് കിട്ടുമെന്ന് അറിയില്ല. എന്നാലും ഈ റേഞ്ചിൽ തിരിച്ച് കയറിയാൽ ചിലപ്പം 10-30 രൂപ പ്രോഫിറ്റ് മുകളിലോട്ട് കിട്ടാൻ ചാൻസ് ഉള്ള ഷെയറാണ്. അറ്റ്ലീസ്റ്റ് ഈ ആവറേജ് വരെയെങ്കിലും വരാൻ ചാൻസ് ഉള്ള ഷെയറാണ്. അതല്ല ഷെയർ ഓപ്പൺ ചെയ്യുന്നത് ഇതുപോലെ ഫ്ലാറ്റായിട്ടാണെങ്കിലോ ആണ് ഈ ഫ്ലാറ്റ്, അതായത് 1029 റേഞ്ചിലൊക്കെ ആണെങ്കിൽ നമ്മൾ ട്രേഡ് ബൈ ചെയ്യരുത്, ചാൻസ് വിട്ടേക്കുക. പിന്നെ ചാൻസ് കിട്ടുന്ന സമയത്ത് ഷോർട്ട് സെല്ലിനുള്ള ചാൻസ് നോക്കുക. സുവൻ ഫാർമ R1 റേഞ്ച് പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ആശാപുരാമൈന് അതും R1 റേഞ്ച് പോയിട്ട് ഇറങ്ങിയാൽ നല്ലൊരു ചാൻസ് കിട്ടും. R2 ഒക്കെ കിട്ടിയാൽ സൂപ്പറായിരിക്കും ഓപ്പണിങ്ങിൽ തന്നെ. അതിനുശേഷം ആശാപുരാമൈനും 400 മുകളിൽ പോയി ഈ ലെവൽ കട്ട് ചെയ്താൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുള്ള ഷെയർ. അപ്പോൾ കാരണം എന്ന് പറഞ്ഞ ഷെയർ 1429, 1348. ഈ ഷെയറിൻ്റെ ഓപ്പണിങ്ങിൻ്റെ അനുസരിച്ച് നമുക്കിത് കൺഫേമായിട്ട് പറയാൻ പറ്റുന്നുണ്ട്. നോക്കാം. എന്തായാലും ഡൗൺ ഓപ്പണിംഗ് ആണ് ഇതിനകത്ത് ബൈങ് വരാൻ ചാൻസ് ഉള്ള ഷെയറാണ്. ഈ ഷെയറിനകത്ത് ഡൗൺ ഓപ്പണിംഗ് വരുവാണ്. ഡൗൺ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ R1 എത്രയാണ്, അല്ല S1 വരത്തില്ല. എന്തായാലും ഈ റേഞ്ച് നോക്കുക. ഇതിന് താഴെ പോയിട്ട്, അതായത് 1340 താഴെ പോയിട്ട് ഈ 44 മുകളിൽ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു ആവറേജ് റേഞ്ച് വരെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഹൈ ഓപ്പണിംഗ് ആണ് പേടിക്കേണ്ട കാര്യം. നമുക്ക് ഹൈ റേഞ്ചിൽ നിന്ന് നമുക്ക് സെല്ലിങ് കിട്ടും. ഓപ്പണിംഗ് ഡൗൺ ആണെങ്കിലാണ് ഞാൻ ഈ ബൈ പറയുന്നത്. മാൻ ഇൻഡസ്ട്രീസ് വന്നിട്ട് ഈ R2 ലെവലിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നല്ലതാണ്. ഹെവി മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉള്ള ഷെയറാണ്. ഇതിൻ്റെ നിപ്പ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ 400 റേഞ്ചിലോട്ട് പോകാൻ ചാൻസ് ഉള്ള ഷെയറാണ്. അനന്തരാജ് അതും 1000 പോയിട്ട് ഈ 985 ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും താഴോട്ട്. ഓയിൽ ഇന്ത്യ ഈ 2 ലെവൽ R1 R2 ലെവലിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ONGCയും R1 R2 റേഞ്ചിൽ നിന്ന് കിട്ടാം. ഇതിനകത്തൊക്കെ ഹെവി വോളിയുള്ള ഷെയറുകളായതുകൊണ്ട് 1 രൂപ 2 രൂപയൊക്കെ കിട്ടുവാണെങ്കിൽ ബൈങ് സെല്ലിങ് ചെയ്ത് നമുക്ക് ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ സൂക്ഷിച്ച് ട്രേഡ് എടുക്കുക. നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റ് ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.